ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ഉണ്ണിവാവയ്ക്കുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു ഫുൾ ഡേ നമ്മൾക്കൊരു ഇത് കാണിക്കാന്ന്, ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നമ്മളൊരു ജ്യൂസ് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്ത് ജ്യൂസാണ് ഇതിന്റെ റെസിപ്പി ഇടുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പൊ എന്തായാലും ഉണ്ണിവാവയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഉണ്ണിയുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വാക്കുട്ടി കുളിക്കണേ ഉള്ളൂ. ഉണ്ണിമ്മ അതെന്താ അങ്ങനെ വിടത്? അപ്പൊ പിന്നെ ഈ ഒരു വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡാൻഡ്രഫിന്റെ പ്രോബ്ലം, അതേപോലെ ഇച്ചി സ്കാൽപ്പ്, പിന്നെ ഒരുമാതിരി വൈറ്റ് സംഭവങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് അങ്ങനെ ഒരു വൈറ്റ് കളർ ഒരു സംഭവമൊക്കെ വരാറുണ്ട് എന്റെ ഹെയറിൽ. അതേപോലെ തന്നെ നമ്മളുടെ ഹെയറിന്റെ അറ്റത്ത് സ്പ്ലിറ്റ് എൻഡ്സ്, അതേപോലെ ഡ്രൈ ഹെയർ ഒക്കെ ആവുമല്ലോ ഈ ഒരു വിന്റർ സീസണിൽ, മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്. അപ്പോൾ നമ്മളിത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലാണെങ്കിൽ ഭയങ്കര ഹാർഷ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഫോൾ അതിന്റെ അപ്പുറത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സൊല്യൂഷന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പുറത്ത് വേറൊരു പ്രോബ്ലം നമുക്ക് ക്രിയേറ്റ് ആവാണ്. പിന്നെ നമ്മൾ വല്ല DIYs യൂസ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നാമത് സമയം ഉണ്ടാവില്ല ചിലപ്പോൾ, പിന്നെ അതിന് പണിയെടുക്കണം ഗൈസ്, അതിന് നമുക്ക് എന്തായാലും പറ്റത്തില്ല. അപ്പൊ അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ്, നാച്ചുറൽ സൊല്യൂഷൻ ആണ് കേട്ടോ. ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മളുടെ മാമഅർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഇതിൽ രണ്ടില് നമുക്ക് ലെമണിന്റെ ജ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ട് ഡാൻഡ്രഫ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ബെസ്റ്റ് സാധനമാണ് ഈ ലെമൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോ വീട്ടിൽ DIYs യൂസ് ചെയ്യുമ്പോഴും ഡാൻഡ്രഫ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ലെമൺ ജ്യൂസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജിഞ്ചറും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളുടെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതിൽ. അതേപോലെ തന്നെ നമ്മൾക്ക് സ്കാൽപ്പിന് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുതിർന്നവരൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾക്ക് ഈ ഡാൻഡ്രഫ് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ ലെമൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ മാമഅർത്തിന്റെ ലെമൺ ആന്റി ഡാൻഡ്രഫ് ഷാംപൂല് നമ്മളുടെ ഗുഡ്നെസ് ഓഫ് ലെമൺ ആൻഡ് ജിഞ്ചർ ഉണ്ട്. അത് നമ്മളുടെ 100% ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും നമുക്ക് റെഡ്യൂസ് ചെയ്യാനും റിമൂവ് ചെയ്ത് കളയാനും നമുക്ക് പറ്റും കേട്ടോ. ആൻഡ് ഇത് ഹാസിൽ ഫ്രീ ആണ്. ഈ സ്കാൽപ്പിനൊക്കെ ഒരു സൂത്തനിങ് ഫീൽ കൊണ്ടുവരാനും ഈ ഒരു ഷാമ്പു നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതേപോലെ തന്നെ ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ. ഇനി ഡാൻഡ്രഫിനെ പറ്റി നിങ്ങൾ പേടിക്കുക വേണ്ട. ഈ ഒരു നാച്ചുറൽ സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിനെ നല്ല സൂപ്പർ സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഗൈസ്. രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇച്ചി സ്കാൽപ്പിനെ സൂത്തൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഹെയറിനെ നല്ല രീതിയിൽ സൂപ്പർ സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഗൈസ്. പിന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് മാമഅർത്തിന്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. അപ്പോൾ ആദ്യം നമ്മൾ ഷാംപൂ ഒരു കോയിൻ സൈസിലെടുക്കുക. നല്ല ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ ഒരു കോയിൻ സൈസിൽ തന്നെ കണ്ടീഷണറും എടുത്തിട്ട് നല്ല രീതിയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇത് രണ്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ഫ്രിസിനെസ് ഒക്കെ മറ്റ് നല്ല വോളിയമൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട്, ഞാനൊന്ന് ചീന്തിയിട്ട് പോലും ഇല്ല കേട്ടോ, എന്നിട്ടും കൂടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഡാൻഡ്രഫ് കണ്ടോ, അപ്പൊ ഒന്നും കാണാനില്ല. യെസ്, ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ മാമഅർത്തിന്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ മേടിക്കുകയാണെങ്കിൽ ഉണ്ണി 2023 കൂപ്പൺ കോഡ്, എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ ഞാൻ എന്നും പറയണ പോലെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് നമ്മള് മാമഅർത്തിൽ നിന്ന് ഏതൊക്കെ മാമഅർത്തിന്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ എത്ര പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അവരൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2025 ആകുമ്പോഴത്തേനും അവർക്ക് 1 million ട്രീസ് പ്ലാൻ ചെയ്യണം എന്നാണ് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ്. അപ്പൊ എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നമ്മുടെ മാമഅർത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പൊ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിന് പോയിട്ട് ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എന്നോട് ചോദിക്കാതെ
മുടി വെള്ളിയാഴ്ചയായിട്ട് വെട്ടിയിരിക്കുക. ഞാനിവിടെ വന്നിട്ട് പട്ടീനെ പറയും പോലെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് മുടി വെട്ടുമ്പോ എന്നോട് ഇവര് ഇത്ര വലുതായാലും എന്നോട് ചോദിക്കാതെ അങ്ങനെ ഒന്നും അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്യൂല. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോട് പറഞ്ഞു എപ്പോഴും ഒരേ ലുക്ക് അല്ലേ ക്രിയേറ്റ് ചെയ്യണ. പിന്നെ ഇങ്ങനെ ആദ്യം നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഓരോന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് റഫായിട്ട് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ മുടി കുറച്ച് ഇങ്ങോട്ട് ഇട്ടപ്പോ നല്ല രസം തോന്നി. എന്ന് വെച്ചാൽ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് നിങ്ങൾക്ക് രസം തോന്നുമ്പോ വെട്ടി കളയാനുള്ളതെല്ലാം ഞാൻ വളർത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫ്രിഞ്ചസ് ആയപ്പോ ക്രിസ്മസ് ഷൂട്ടും കൂടി അല്ല, അപ്പൊ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ എന്നാ ശരി വെട്ടോ, കുറച്ച് മുടിയുണ്ടോ ഈ രണ്ട് മുടി, ഇതുണ്ടോ ഈ രണ്ട് മുടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വെച്ച് നോക്കിയപ്പോ അപ്പൊ ലാസ്റ്റ് വെച്ച് വെട്ടാലേ പറഞ്ഞു. എന്നാ വെട്ടിക്കോന്ന് പറഞ്ഞു. കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ പെട്ടെന്ന് വളരുമല്ലോ എന്ന് വെച്ചാൽ ഇതിവിടെ വെച്ചിട്ടല്ലേ വെട്ടണം. അപ്പൊ പ്രശ്നമില്ല, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റിയിടാലോ എന്ന് വിചാരിച്ചു. ആ ചേച്ചി എന്താ ചെയ്തേന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നീട്ടി പിടിച്ചു, എന്നിട്ട് ഇവിടെ വെച്ച് വെട്ടി. അപ്പൊ എന്താ വിട്ടപ്പോ കുറച്ച് മുടി ഇങ്ങോട്ട് കയറി വന്നു. എന്നുവെച്ചാൽ കുറച്ച് ഇവിടെ വെച്ചിട്ട് വെട്ടേണ്ടതായിരുന്നു. അപ്പൊ നീട്ടി സ്ട്രെച്ച് ചെയ്ത് വെച്ചുകൊണ്ട് മുടി പിന്നെ ഇതെങ്ങനെയായി, അത് കൊളായി. പിന്നെ ഞങ്ങൾ അത് സൈഡിലേക്ക് ഇട്ടു. ഇപ്പൊ ഇങ്ങനെയാണ് ഈ മുടി കിടക്കുന്നത്. അപ്പൊ അത് എങ്ങനെ സൈഡിലേക്ക് ഇടലാണ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ വളരുമായിരിക്കും. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി കൊടുക്കണ മുടിയാട്ടോ. അപ്പൊ അതുകൊണ്ട് ഹലോ ഇവിടെ വാ അവിടെ വാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മുടിയിൽ ഒരുത്തി ഡെയിലി എന്റെ അടുത്ത് അങ്കാണ് ചെറുത് ഇവിടുത്തെ കൂലിയാണ് കേട്ടോ. വാല് നിക്കണ കണ്ടോ, മമ്മി വെച്ചിട്ട് ഇന്നെ സ്വൈരം തരില്ല കേട്ടോ ഇന്നും. എന്റെ കുട്ടി അങ്ങനെ കേടുവന്നു കേട്ടോ ഈ സ്പോർട്സിനൊക്കെ കൂടിയിട്ടേ. ഞാൻ നല്ല ഞാൻ അങ്ങനെയുള്ള മമ്മിക്ക് എന്നോട് സ്നേഹം കുറഞ്ഞപ്പോ കേടുവന്നു സങ്കടമായിട്ട്. ഇനി അത് പറ എന്റെ അടുത്തൊരു പൊങ്കാല നമ്മുടെ ക്രിസ്മസ് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്രിസ്മസ് ഫോട്ടോ ഉണ്ണി അത് വേസ്റ്റ് ഒക്കെ ഒത്തിരിക്ക് വെച്ചിട്ട് വേണം ആക്കാൻ. അപ്പൊ നമ്മള് വെള്ളം നിറയ്ക്കോ വാട്ടർ ബോട്ടിൽ ചെന്നൈ ഇവിടെ മാറി ഞങ്ങള്. അപ്പോ അതുകൊണ്ടാണ് മമ്മിക്ക് ആരും കൂടുതൽ സ്നേഹം. സത്യസന്ധമായിട്ട് ശരിക്കും പറ, ശരിക്കുള്ളത് പറ. ശരിക്കും നമുക്ക് രണ്ട് മക്കളിനെ ഇഷ്ടം. അതിനേക്കാളും നല്ല രണ്ട് മക്കളിനെ ഇഷ്ടമല്ല എന്ന് പറയാം. പണ്ട് ഇന്നായിരുന്നു കേട്ടോ. ഇപ്പൊ എന്നെയാ ഇപ്പൊ എന്നെ ഇഷ്ടമില്ല. ഞാൻ തന്നെ പറഞ്ഞു പണ്ട് എന്നെ നല്ല ഇഷ്ടമായിരുന്നു. പണ്ട് നല്ല ഇഷ്ടാ. പണ്ടെന്താ അറിയോ, ഇപ്പൊ ഇവിടെ വലുതായപ്പോ ഇവിടെ സ്വഭാവം മാറ്റുമ്പോ എനിക്ക് ദേഷ്യം വരും. പണ്ട് വാവയും മമ്മിയായിരുന്നു അടിയും ചക്കരയും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഞാനും മമ്മി. കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും ഒരു പേടി പറയും. അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഉണ്ണി അങ്ങനെയല്ല, ഉണ്ണി ഒന്നും വയ്യാന്ന് പറയില്ല. എത്ര വയ്യച്ചാലും വന്ന് ചോറ് വരുത്തലും ഒക്കെ ചെയ്യും. വാവുകുട്ടി ഇപ്പൊ ചാകയായിരിക്കും കേട്ടോ, എത്തുള്ളി വെള്ളം കിട്ടിയിട്ട് ചാവാച്ചിട്ടായിരിക്കും. വാവുമ്മ ഒരു വെള്ളം പറയും. അപ്പൊ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ ചീത്ത പറയും. അത് വെച്ചിട്ട് ഇപ്പഴും ഇവിടുത്തെ റാണി ഇവളാ അറിയാം. മമ്മി നമ്മൾ പറഞ്ഞ ഞങ്ങളും കൂടി പറയട്ടെ. വാ പറയും. നിന്റെ വാക്കുകളൊന്നും ഇവിടെ ആരും എടുക്കണില്ല. ഇവിടുന്ന് ഞാൻ വീട്ടിൽ അംഗമായിട്ട് കൂടി കൺസിഡർ ചെയ്യുന്നു. കുട്ടി ആകെ ഇങ്ങോട്ട് വല്ലാതായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനെ വരുന്നുണ്ടോ? കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടിട്ടേ ഇല്ല. പറയാൻ അന്ന് ഫുഡ് നേരെ കഴിക്കണില്ല കേട്ടോ. ഫുഡ് അത് കഴിക്കണ്ട. കണ്ട ചേച്ചി കണ്ട സ്നേഹം ഇത് ആദ്യമായിട്ട് വെച്ചാ വാക്കുട്ടി കേടെന്ന് വെച്ചിട്ട് ഉണ്ണിക്ക് ഭയങ്കര കഴിക്കുമ്പോ ഞാൻ എല്ലാവർക്കും കൊടുക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇതിപ്പോ ഞാൻ ഒരെണ്ണം കഴിക്കാൻ പോയല്ലോ. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞെടുത്തു. കാരണം ഞാൻ കഴിച്ചായിരുന്നത് എല്ലാം കഴിക്കണം. ഐ ആം യുവർ പേഴ്സണൽ ട്രെയിനർ ത്രൂ ഡേ ഓൺവേർഡ്സ്. ഓക്കെ ഓക്കെ പറ. ഓക്കെ വേണ്ട ഇതില്ലേ, ഇത് കഴിക്കില്ല, വേണ്ടാന്ന്. ഇവളില്ലേ കഴിക്കില്ല. എനിക്ക് പാല് കാച്ചി വെച്ചാൽ അതുപോലും എടുത്തു കുടിക്കാതെ ഒരു കുട്ടി കണ്ടിട്ട്. ഉണ്ണി അങ്ങനെയല്ല, അവൾക്ക് വേണ്ടത് പോയിട്ട് എടുത്തു കഴിക്കും. നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ല വെച്ചാൽ അതിന്റേതായ പ്രശ്നങ്ങൾ വരും. ഇവിടെ ഇവിടെ എന്നും ചീത്ത പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തതിനാണ് ഞങ്ങളോട് ദേഷ്യം. ചോദിച്ചോക്ക് പറയടി. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. എല്ലാരും
അവിടെ മുടി വളർന്ന് വെട്ടിക്കൊടുക്കും മമ്മി പറഞ്ഞ് കമന്റ് ഇടും. ഈ സാധനം വീട്ടില് വന്നതല്ലേ നിങ്ങളെ ഞാന് നോക്ക് നിങ്ങൾ. അവര് വാല് പോലെ ആയിട്ടുണ്ട്, അത് കാണിച്ചു വെട്ടി കൊടുക്കാം. അതൊന്നല്ല, എത്ര വട്ടാ ഞാൻ പറയുള്ളൂ. ഇത്ര എത്ര ഓക്കെ ഗൈസ്. അപ്പൊ മമ്മി ഒരു ഡേ മൈ ലൈഫ് എടുക്കുകയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഒറ്റിക്കൂടെ ഐ എം ഗിവിംഗ് സോങ്. അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുക്കളയിൽ പാത്രങ്ങൾ ഇരുന്നാൽ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഉണ്ണി നല്ല മുട്ട വാങ്ങിച്ചിട്ട് വന്നതൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ പെട്ടെന്ന് കുക്കിങ് കഴിയും. എനിക്ക് അങ്ങനെയായിട്ട് ഇഷ്ടം. അങ്ങനെ വാരി വലിച്ചിട്ടിട്ട് അതിനിടയിൽ കൂടെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാക്കുട്ടി മീൻ നേരാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വാക്കുട്ടീനെ വിളിച്ച് വരുത്തിയതാണ്. പാവം വാക്കുട്ടി. ഉണ്ണി വാവ അവിടെ ഉള്ള ദിവസം നല്ല രസമാട്ടോ. ഞങ്ങളെ ലോകമാണ് ഇവിടെ. ഞങ്ങളുടെ സകല കൂറത്തരങ്ങളും പിന്നെ ഞങ്ങൾ നടത്തൂട്ടാ. ഇതൊക്കെ കണ്ടിട്ടാണ് വാവയെ പുറത്ത് ഇങ്ങനെ വീശുന്നത്. ഗള്ളി അമ്മേന്റെ കയ്യിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട. അപ്പൊ നമ്മള് ഇവിടെയൊക്കെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടാ. ആരത്? അതാ ഇത് മറ്റേ നമ്മുടെ വാവക്കുട്ടിക്ക് ഉള്ള ക്രിസ്മസ് ഡ്രസ്സാണ്. ഇത് ഉണ്ണിക്കാണ് എത്ര അടിച്ചത്. ഞാൻ കാണിച്ചു തരാം. രസമുണ്ട് അത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മള് ഉണ്ണിക്കാണിത് ഡിസൈൻ ചെയ്ത്. ഇത് എനിക്ക് വേണ്ടി ഇതാക്കിയതായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോ എനിക്ക് ചെറിയൊരു കട്ടിങ് കുറച്ച് വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത് മാറ്റിയിട്ടപ്പോ ഞാൻ വളരെ വെറുതെ ഡ്രസ്സ് കണ്ടപ്പോ അത് ഇട്ട് നോക്കിയപ്പോ എനിക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ അതിട്ടു. അപ്പൊ ശരി കറക്റ്റ് ഞാൻ അതിട്ട് തന്നേ. കാരണം ഇത് എന്നെക്കാട്ടിലും രസം വാവക്കുട്ടിക്ക്. അപ്പൊ അത് വാവക്കുട്ടിക്കും കൊടുത്തു. തിരി നോട്ടെ ബാക്ക്. ഓക്കെ സൂപ്പർ. റീസ്റ്റൽ കൗച്ചർ ആണ് കേട്ടോ ഇതും. പിന്നെ റീസ്റ്റൽ കൾച്ചറിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ ഒരു എഫേർട്ട് ഇല്ലുണ്ണി നമ്മൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ ഡിസൈൻ ചെയ്തു തരും. പിന്നെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഡിസൈൻ അല്ലായിരുന്നു. ഇത് ചേച്ചി തന്നെ കണ്ടുപിടിച്ച് ചേച്ചി തന്നെ ഡിസൈൻ. ഇത് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. രണ്ട് ഡ്രസ്സും രണ്ടും സൂപ്പർ ആയിട്ടുണ്ട്. കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട്. ഇതൊക്കെ നല്ല മോഡൽ. അതുപോലെ മെറ്റീരിയലൊക്കെ പൊളിയാട്ടോ. നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് എന്താണോ മോഡൽ പറഞ്ഞാൽ അതുപോലെ ചെയ്തും തരും. അവിടെ റെന്റൽ ഡ്രസ്സും ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമൈസ്ഡ് ചെയ്ത് തരുകയും ചെയ്യും. റെന്റൽ ഡ്രസ്, പാർട്ടീസ്, ലെഹങ്കാസ്, പാർട്ടി ലെഹങ്കാസ്, അങ്ങനത്തെ വെഡിങ്ങിന്റെ എല്ലാ സംഭവങ്ങളും, ഹൽദി, എൻഗേജ്മെന്റ്, സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്, ഇതൊക്കെ സേവ് ദ ഡേറ്റിന് ഇടാൻ പറ്റിയ സൂപ്പർ കോസ്റ്റ്യൂമാണ് ഗൈസ്. അപ്പൊ വണ്ടി വിട്ടോ. പിന്നെ വേദനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിട്ടോ. ഞാൻ ഒരു വട്ടം തുടച്ചാലും ഒന്നും കൂടെ പിന്നെയും ഇങ്ങനെ പിഴിഞ്ഞ് തുടയ്ക്കട്ടോ. എനിക്കിങ്ങനെ വരപ്പെട്ടിരിക്കണമെന്നും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് തുടച്ചമ്മന്നെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം വേറെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി. മമ്മി ഉണ്ടല്ലോ ട്രൈപോഡ് തള്ളി താഴെ ഇട്ടു. ഞാൻ വേണം വന്ന് പിടിക്കാൻ. മമ്മി സൂപ്പർ ഹീറോ പോലെ. ഓക്കെ ബൈ. ഈ മമ്മി എന്നോട് മീൻ നേരാക്കാൻ പറയുന്നു. എനിക്ക് മീൻ നേരാക്കാൻ അറിയില്ല. മമ്മി പഠിപ്പിച്ചല്ലേ? ഓ ഞങ്ങൾ തിരിച്ചു വെക്കാം. അയ്യോ കേട്ടോണ്ടേ മമ്മി പിന്നെ തുടച്ചേനെ തുടച്ചിരിക്കും.
ഗള്ളി നാമല്ല അറിയുന്നുണ്ട്. മമ്മിയാണിങ്ങനെ വെറുതെ തുടച്ചിരിക്കും. അതെന്താ അറിയോ? മമ്മിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുടച്ചിരിക്കും. രണ്ടും കൂടി എന്താ ഇവറ്റ് ഇന്ന് കുക്ക് ചെയ്യുന്ന സമ്മതിക്കുന്ന തോന്നില്ല. ഇന്നിപ്പോ ഇവിടെ വെറും കളിയും ചീരിയൊക്കെ ഉണ്ടാവുന്ന തോന്നണത്. കാരണം ഇവര് കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്ന തോന്നണില്ല. കണ്ടില്ലേ ഗൈസ്, നിങ്ങൾ വെറുതെ അടിക്കാണ് മമ്മി എന്നെ. നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം. അവര് എന്റെ ആൾക്കാരാ. മീൻ നേരാക്കാൻ തരും. ഇവര് എന്റെ ആൾക്കാരാ. ചോദിച്ചു ആയിരം ആൾക്കാരെ ചോദിച്ചു. എന്റെ ആൾക്കാർക്ക് കമന്റ് ചെയ്യാട്ടോ, വാവയുടെ ആൾക്കാർക്ക് വാവിക്ക് കമന്റ് ചെയ്യാം. കമന്റ് ആർക്ക് കൂടുതൽ വരും നോക്കിയാലോ? ഉണ്ണിയുടെ ആൾക്കാർ ഉണ്ണിക്കും കമന്റ് ചെയ്യാം. ആർക്ക് കമന്റ് വരും നോക്കി. നിങ്ങളല്ലേ പറഞ്ഞത് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ മമ്മീനെ കാണാൻ ഇഷ്ടം എന്ന്. അപ്പൊ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്തോളൂ. ഹലോ, അപ്പൊ നമ്മൾ മത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞമത്തിയാണ്, പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് നേരാക്കി കിട്ടണമെന്ന് കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വാവക്കുട്ടി തേരാപ്പാരം നടക്കണം. വാവക്കുട്ടീനെ വേറൊരു പണി ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ആദ്യമായിട്ടല്ല കേട്ടോ, രണ്ടാമത്തെ വട്ടമാണ് മത്തി നേരാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഉണ്ണി വാവയും കൂടി ഒരു ചലഞ്ചിന് വേണ്ടി നേരാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വാവക്കുട്ടിയുടെ അടുത്ത് ഞാൻ നേരാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്താവോ എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരെണ്ണം കാണിച്ചു കൊടുക്കും. ഉണ്ണി അടിച്ച് നേരാക്കാൻ അവൾക്ക് കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട്. വാവക്കുട്ടി ഇതിന് എന്താ കാണിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും വാവക്കുട്ടിയുടെ അടുത്ത് ഞാൻ കൊടുക്കുക. നേരാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാക്കുട്ടി അത് നേരേക്ക് വരുമ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ വേഗം തീർക്കാം. എന്ന് വെച്ചാൽ മത്തി നേരാക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വേഗം അതിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാലോ. അപ്പോ രാവിലെ ഞാൻ മാഗി കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. പക്ഷെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും രാവിലെ ഈ ഒരു ഇത് കഴിക്കുന്ന ഒരു അതെ ഈ ഒരു പഴനി കുടിക്കുന്ന സുഖം എനിക്ക് കിട്ടാറില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മമ്മിയോട് രണ്ടാമത് എനിക്ക് ഇങ്ങനെ കേർഡ് റൈസ് ഉണ്ടാക്കി തരാൻ പറയാണ്. ഇനി ഇത് കഴിച്ചാലേ എനിക്കൊരു ഉഷാറ് വരുള്ളൂ. രാവിലെ ഇത് നിർബന്ധ ലമ്മി മമ്മി എനിക്ക് ഉണ്ടാക്കി തരുവാണ് കേട്ടോ. വാവേ ഒരു ഗ്ലൗസ് അപ്പൊ നമ്മളുടെ അടിപൊളി പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെറുള്ളി ഇടാം, പച്ചമുളക് ഇടാം, ഒക്കെ ഇടാം കേട്ടോ. അത് നല്ല നാടൻ തൈരും നല്ല നല്ല ചോറാണ്. കുടിച്ചു കാണിച്ചെടുക്കുക. ഇന്നലെ ഒന്ന് കുടിച്ചു കാണിച്ചെടുക്കുക. അങ്ങനെ നോക്കും. വാക്കുട്ടി മാരി കൊടുക്കട്ടോ. അപ്പൊ ഞാൻ വാക്കുട്ടിക്ക് മീൻ വെട്ടാൻ വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാക്കുട്ടി മീൻ വെട്ടാൻ പോകണം, മീൻ നേരാക്കാൻ പോണ്. എങ്ങനെയുണ്ട് എന്താ ഞാൻ കാണിച്ചു തരാം. മീൻ എണ്ണിച്ചപ്പോ അച്ചാർ പരുവത്തിലാക്കിട്ട് വരും എനിക്ക് അറിയില്ല. രണ്ടാമത്തെ വട്ടം നിങ്ങൾ പണ്ട് ഫസ്റ്റ് വട്ടം ഒന്ന് ഓർമ്മയുണ്ട്. രണ്ടാം കൂടി വെട്ടി നേരാക്കി വറുത്തത്. അപ്പൊ വാക്കുട്ടി മീനും കൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് വാക്കുട്ടിയുടെ പുറകെ ക്യാമറയും കൊണ്ട് വേണം പോകാൻ. ആദ്യമായിട്ടാണ് ഒരു പണി പറഞ്ഞ ഉടനെ ശരി ചെയ്തുതരാന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അവിടെ സൗണ്ട് കിട്ടും. നമുക്ക് പോവാട്ടോ. വരാം. വാവച്ചി മീൻ നേരാക്കാണ് കേട്ടോ. അപ്പൊ എന്താ അതാ അല്ലേ ഇങ്ങനെ വെട്ടാനാണ് ഞാൻ കാണിച്ചെന്നേ. ഇവിടെ വെട്ടണം പറഞ്ഞു. ദൈവങ്ങളെ വാക്കുട്ടി വെറുതെ ഒരുമാതിരി കളി കളി. നീ സാധനം വെട്ടിയ പോലെ അങ്ങനെയല്ല വാക്കുട്ടി, നേരെ അങ്ങനെ വെട്ടിയ തല ഇത്രയും വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ സാധനം പേപ്പർ ആർട്ട് ചെയ്യുമ്പോൾ ചെയ്യണത്. ഒന്നുകൂടി പറഞ്ഞു. അവിടെ അംഗം വെട്ടുണ്ട് കേട്ടോ. അയ്യോ ആ ഉണ്ണി കഴിച്ചത് ഫുള്ള് പോയിട്ട് ഛർദിച്ചിട്ട് വന്നു കേട്ടോ. എന്താന്ന് അറിയില്ല പാവം. 2-3 ദിവസമായിട്ട് പാവം ഉള്ളിൽ പനിയുണ്ട് തോന്നുന്നു. ഇല്ലേ വയ്യേ? അറിയില്ല, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. നാളെ രാവിലെ എനിക്ക് വിശക്കണു അമ്മ, എനിക്ക് ഇപ്പി കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ടാണ് ഇപ്പി വെച്ചത്. പക്ഷെ ഇവര് കഴിച്ചു, ഞാൻ കഴിച്ചില്ല.
അത് ഉള്ളിൽ കതച്ചിരിക്കണു പാവം ഛർദ്ദിച്ചിട്ട്. എനിക്ക് എന്റെ ഛർദ്ദിക്കണ ബുദ്ധിമുട്ട് എനിക്ക് അറിയണോണ്ടേ എനിക്ക് വേറെ ആള് ഛർദ്ദിക്കുമ്പോ എനിക്ക് കടന്ന് പടയുക. കാരണം ഛർദ്ദിക്കുമ്പോ ശ്വാസമൊന്നും കിട്ടില്ല, നമുക്ക് ഇവിടെ കടന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവൾക്കും അതെ, അവള് കണ്ണ് നിറയണോ ഇങ്ങനെ ആക്കണോ ഒക്കെ ചെയ്യുമ്പോ എനിക്ക് ആ കണ്ടിട്ട് ഭയങ്കര ബേജാറായി. അതൊക്കെ പോട്ടെ, വാകുട്ടിക്ക് മോരും വെള്ളം വേണം പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് ഒരു മോരുവെള്ളം അടിക്കാൻ പോകണം. ഞാൻ തന്നെ മോരെടുത്ത് വെച്ചിട്ടുണ്ട്. മോരും വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചു കുടിക്കണം, നല്ലതാട്ടോ. കണ്ട നല്ല മോരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പച്ചമുളക് ഇതിലേക്ക് ഇടുക. ഓ കഴുകിയിട്ട് ആരോട് ചോദിക്കണം, ഞാൻ അതിന് ഞെട്ടി കളഞ്ഞ് കഴുകിയിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടിക്കാട്ടോ, അപ്പൊ പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് ആവും. അവിടെ ഇനിയില്ലേ, അവിടെ ഇനി അമ്മേ ഇറങ്ങലേ. അവിടെ ആള് ഭയങ്കര എന്റർടൈൻമെന്റിന്റെ ആളാണ്. മാവ വീട്ടിലുണ്ടെച്ച 15 ആളുണ്ടെന്നാണ് പറയുന്നത് പണ്ട്. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും പണി കൊടുത്താ എന്തേലും പറഞ്ഞിട്ടേ പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് പാസഞ്ചേഴ്സിനെ ത്രില്ലുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്റെ അനുവാദമില്ലാതെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക അത്ര താല്പര്യമൊന്നും ഇല്ല. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് അരിക്കാം. അപ്പൊ ഞാൻ മുളകിന്റെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മറ്റേ എന്താ പറയാ, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം. നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് വാക്കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം. അപ്പൊ ആ വാക്കുട്ടി മീനൊക്കെ നേരാക്കി ക്ഷീണിച്ചിരിക്കും. ഉണ്ണിക്ക് വേണോ? ഉണ്ണിക്ക് വേണ്ട. ഇതേണ്ട ഞാൻ എനിക്കും ഉണ്ട് കേട്ടോ, ഒരു ഗ്ലാസ് ഞാനും കുടിക്കും. ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ. എനിക്ക് വേണേ അടിച്ചാലേ. അവിടെ കൊണ്ട് എനിക്ക് പണി കിട്ടി. ഞാൻ പിടിച്ചു കൊടുത്തപ്പോഴേക്ക് തരിപ്പ് കയറി. ഇപ്പൊ വെള്ളം വേണോ അത് കൊണ്ടു കൊടുക്കട്ടെ. ഇല്ല മീൻ നേരാക്കില്ല പറഞ്ഞേ. വെള്ളം കൊണ്ട് ഓടണം എപ്പോഴും. അതെ സ്വാമിക്ക് ഒരു പണി ചെയ്താ അതിന്റെ ഇടയിൽ എടുക്കുന്ന വയ്യുണ്ടാവും. എന്നിട്ട് അവിടെ ആ പണി അവിടെ ഇട്ടിട്ട് പോയി കടന്നുറങ്ങും. എന്താണ് ആദ്യം വെള്ളം കൊണ്ടുകൊടുത്ത് ഒരു കൈ പിടിച്ച് തരിപ്പ് കയറി. എന്താ മീനല്ലേ കയ്യില്, അപ്പൊ വായിൽ കൊടുത്തു തരിപ്പ് കയറി. ഇപ്പോ വെള്ളം എടുത്തിട്ട് വരുമോ ചോദിച്ചു. ശരി വെള്ളം കൊണ്ട് കൊടുത്തു. അത് ഒഴിച്ചതിന് ബാക്കി വെള്ളം ആ മോര് ഇതിലൊഴിച്ചു. അപ്പൊ കരിയില്ല. അപ്പൊ ഞങ്ങള് എന്താ പറയാ, വാക്കുട്ടൻ മീൻ നേരാക്കലൊക്കെ ഏകദേശം കഴിയാറായിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ണിയൊന്ന് കടയിലേക്ക് പോയി. കാരണം സാധനങ്ങൾ ചെറുതായിട്ടൊക്കെ കഴിഞ്ഞിരിക്കണു. പച്ചക്കറിക്കാർ നാളെ വരുള്ളൂ. അപ്പൊ ഞാൻ വാക്കുട്ടടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയപ്പോ വാക്കുട്ടി പറയാ, മമ്മി എന്താ വാവേ ഒരു സാധനം വാങ്ങിക്കണം, അത് കിട്ടുമെന്ന് അറിയില്ലെന്ന്. അപ്പൊ എന്താ വാവേ പറഞ്ഞേ? ഒരു സാധനം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, കിട്ടുമെന്ന് അറിയില്ലെന്ന്. അപ്പൊ എന്താ വെച്ചപ്പോ ഇടുപ്പ്, കാരണം ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലാന്ന്. കൊറേ നേരമായില്ലേ കുട്ടി ഇരിക്കുന്നു, ശീലല്ലല്ലോ പാവം. ജ്യൂസ് അടിച്ചേ. ഇടയ്ക്കിടയ്ക്ക് എന്താ ഇത്. അപ്പൊ വാക്കുട്ടി ജ്യൂസ് വേണം പറഞ്ഞത്. അപ്പൊ ഞാൻ വാക്കുട്ടിക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാ, എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിലൊക്കെ തീർന്നു പോയിരിക്കുകയാണ്. ഞാൻ ഇടുന്ന എല്ലാ സാധനങ്ങളും ഇല്ല കേട്ടോ. അപ്പൊ അത് ഇന്ന് ഞാൻ തട്ടിക്കൂട്ടി ജ്യൂസാണ് അടിക്കുന്നത്. നാളെ ഞാൻ ആ ശരിക്കുള്ള ജ്യൂസിന്റെ റെസിപ്പി ഇടാം കേട്ടോ. ഒരു ജ്യൂസ് അല്ല, ഞാൻ 2-3 തരം അടിക്കും. ഞാൻ സാധനങ്ങൾ ഉള്ളതിനനുസരിച്ച് ജ്യൂസ് അടിക്കും. എന്തൊക്കെ സാധനങ്ങളുള്ളത് അത് വെച്ചിട്ട് ഞാൻ ജ്യൂസ് അടിക്കും കേട്ടോ. അപ്പൊ ഇന്ന് അടിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചിട്ട് കാണിച്ചു തരാം. ഓയ് പിന്നെ വാവക്കൂട്ടിയുടെ മീൻ നേരാക്കി കഴിയുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ വന്നിട്ട് പറഞ്ഞിട്ട് പോയി. പക്ഷെ അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വോയിസ് കട്ട് ചെയ്തിരിക്കണം കേട്ടോ അതിൻ്റെയൊക്കെ. ഹലോ, അപ്പം ഞാനിത് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചാൽ അതെങ്ങനെ കണ്ടത് നിങ്ങൾക്ക് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അടിക്കാതെ. എന്താണ് സാധനങ്ങളുള്ളത് അതിനനുസരിച്ചാണ് കേട്ടോ ജ്യൂസ് അടിക്കുക. ഇന്നിപ്പോൾ ഞാൻ അനാറൊക്കെ ഇടാറുണ്ട്, അതില്ല. ബീട്രൂട്ട് ഇടാറുണ്ട്, അതില്ല. റോബസ്റ്റൊക്കെ ഇട്ടിട്ടൊക്കെ ഒരു ജ്യൂസ് അടിക്കാറുണ്ട്. അത് സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണോണ്ട് നമ്മൾ
ഉള്ള സാധനം വേറെ ഉള്ളത് വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാഷ്നട്ട്, ഇത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണം. അതിലേക്ക് നന്നായി പൊടി ഉണ്ടാവും കേട്ടോ. ഇത് ഈന്തപ്പഴം, ആൾക്ക് 4 എണ്ണം വെച്ചിട്ട്, അപ്പം 3 ആളുണ്ട് വെച്ചാൽ 12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നേന്ത്രപ്പഴമാണ്, കുറച്ച് ബദാം, പിന്നെ മുന്തിരി. അപ്പം ഇതൊക്കെ കൂടിയിട്ട് ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ടാണ് അടിക്കുന്നത്. പിന്നെ ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് കേട്ടോ. മധുരത്തിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്തണ്ട, കാരണം ഇതൊക്കെ മധുരം ഉണ്ട്, അതുകൊണ്ട് ഒന്നും മധുരത്തിന് ചേർത്തണ്ട കേട്ടോ. ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് 6 പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പറയാണ്ട് കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്ത് പാവം എത്ര നേരം കൂട്ടിയിരിക്കണു. അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ കൊടുക്കണത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പൊ ഞാൻ ഒന്നും ഒരുപാട് ഇടരുതല്ല, നമുക്ക് ഒരാൾക്കുള്ള ഒരു അളവിന് വെച്ചിട്ട് ഇട്ടാൽ മതി. രണ്ട് ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടടിക്കരുത്. ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസത്തിൽ ഒരു 3-4 ഡേറ്റ്സ് ഒക്കെ കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുപോലെയൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉണ്ണിമ്മ ഇതൊന്ന് കുടിച്ചോക്കോളാ. ഇത് ഉണ്ണിക്ക് കുടിച്ചിട്ട് ഉണ്ണി ടേസ്റ്റ് പറയും. വാക്കുട്ടി മീൻ നേരാക്കുകയാണല്ലോ, അതുകൊണ്ട് വാക്കുട്ടിക്ക് അത് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ അത് ഇങ്ങനെ തന്നെ ലൈവായിട്ട് റിസൾട്ട് പറയും കേട്ടാ. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, മധുരം ഒന്നും നോക്കിയിട്ടില്ല. ഞാനൊരു അളവിന് വെച്ചിട്ട് അങ്ങനെ അടിച്ചിരിക്കുകയാണ്. വേഗം വായോ വാക്കുട്ടിമ്മ ജ്യൂസ് ഇപ്പൊ തരട്ടാ. ആ കുഞ്ഞു മീൻ വാങ്ങിക്കുമ്പോ തന്നെ വാക്കുട്ടി നേരാക്കേണ്ടി വരും വിചാരിച്ചില്ലാന്ന്. വാക്കുട്ടി വേഗം വായ പൊന്ന. അതുകൊണ്ട് മീൻ നേരാക്കാൻ പഠിച്ചില്ലേ? നല്ല പോസിറ്റീവ് ഗേളാണ് വാവ. മീൻ നേരാക്കാൻ പഠിച്ചില്ലേ? വിളിച്ചോ? പിന്നെ വിളിച്ചു. ഇത് കുടിച്ചിട്ട് എങ്ങനെയാന്ന് ലൈവ് റിസൾട്ട് പറ. ചൂലൊക്കെ എടുത്തിട്ടാണ് വിട്ടത്. ശരി, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി എന്ന് പറയും. പക്ഷെ ഉണ്ണി അടിക്കുന്ന പോലെ തന്നെ ഞാൻ കുടിക്കുക. പക്ഷെ അതെന്താ മീശക്കാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടാ. പറയാൻ തന്നെ നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് വാവക്കുട്ടിക്ക് കൊടുക്കാം. ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും കേട്ടോ. പിന്നെ നമുക്ക് കുറേ നേരം കണ്ട് ഫുഡ്, ഞാൻ ചില ദിവസങ്ങളൊക്കെ ഇത് മാത്രം കുടിച്ചിട്ട് രാത്രി കിടക്കും. ഞാൻ ഫുഡൊന്നും കഴിക്കില്ല. അങ്ങനെ നല്ലത്, അത്രയും നല്ലത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വാവക്കുട്ടിക്ക് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ വേഗം മത്തിക്കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നേരാക്കി കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ വയ്യുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം ഉണ്ണീനെ വിളിച്ചിട്ട് രണ്ടാളും കൂടി വേഗം നേരാക്കി കേട്ടോ. ചെറിയ ഉള്ളിയല്ലേ, കുറേ നേരം നേരാക്കിയാലാണ് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ണീനെ വിളിച്ച് 2 പേരും കൂടി നേരാക്കി കേട്ടോ. ഇവരിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ചിരുന്നു. ഉണ്ണി അടിച്ചു തുടയ്ക്കാൻ നിന്നതുകൊണ്ടാണ് കേട്ടോ വാക്കുട്ടി മീനേരൊക്കെ ഇരുന്ന്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ എന്നെ എങ്ങനെയൊക്കെ വെറുപ്പിക്കുക വെച്ചാൽ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ണി പിന്നെ വൃത്തിയായിട്ട് അടിച്ചു വരി തുടയ്ക്കും കേട്ടോ. അതുകൊണ്ട് ഉണ്ണിക്ക് തന്നെ അത് ചെയ്യണം. അപ്പോൾ നമ്മളുടെ മൺചട്ടി കൂട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മീൻകുട്ടികളിൽ ഇതിലേക്ക് ഇടാം. മീൻ കറി വയ്ക്കാം കേട്ടോ. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചോറും അങ്ങോട്ട് വാർക്കാം. എന്നിട്ട് എന്താ ഉണ്ണിമാ? എന്നിട്ട് ചോറ് മാമ ചോറ് മാമോട് ഒറ്റ വിചാരം കൊടുക്ക്. അപ്പോൾ നമ്മളുടെ ഉണ്ണിമോൾ മോപ്പിംഗ് ആണ്. തുടച്ചു കഴിഞ്ഞോ? വാക്കുട്ടി മീൻ നേരാക്കിയതുകൊണ്ട് ഇനി ഒരാഴ്ചക്ക് ലീവാണ്. ഇല്ലേ വാച്ചാ? വാവച്ചോ, എനിക്ക് ഡെയിലി തുടച്ചില്ല ഒരു അസ്വസ്ഥത കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മീൻകറി വെക്കാം കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അവിടെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചെറുള്ളി ചതച്ചതാണിത്. അപ്പോൾ അത് ഉലുവ ഒന്നും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക്
ഇതിട്ട് കൊടുക്കാം. രണ്ടുകൂടാ കേട്ടോ. അതെ ഇടയിൽ കൂടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. നോമിനെ കൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നം. ഉണ്ണി ഒന്നിനും പോയില്ലെങ്കിൽ ലോകത്തുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ണിയുടെ തലയിൽ വരും കേട്ടോ. അതെന്താണ് ദൈവത്തിനും അവൾക്കും മാത്രമേ അറിയുള്ളൂ. ഇന്നമ്മേ എന്റെ കുട്ടി ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നക്കാരി അവളാ. കഴിഞ്ഞോ? തുണി കൊണ്ട് നനച്ച് വെച്ചുകൊണ്ടിട്ട് അശ്വിച്ചിടാനുള്ളതാ. അപ്പൊ ഒന്ന് വൈൻഡ് വന്നിട്ട് കറുവത്തിൽ ഇട്ട് കൊടുക്കണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. ഇത് നന്നായിട്ടൊന്ന് വൈൻഡ് വരണം. വൈൻഡ് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകാണ് ഇടുന്നത്. ഞാൻ കാശ്മീരിയാണ് അധികം മീൻകറിക്ക് നല്ല അധികം ഞാൻ കാശ്മീരിയാണ് കേട്ടോ ഉപയോഗിക്കുക. കുറച്ച് എരിവുള്ള മുളക് പൊടി ഇടാം. എന്താ വെച്ചാൽ എരി വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. മീൻകറി ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി നല്ല പച്ച മണം പോണവരെ നമ്മൾ ഇളക്കണം കേട്ടോ. ഇല്ല വെച്ചാൽ അതൊരു കറി ഒരു സെറ്റ് ആവില്ല. അപ്പൊ നന്നായിട്ട് മുളക് പൊടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കാണിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. ഞാനൊരു 3 തക്കാളി ഇടുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ നല്ല പുളിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 3 തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് അപ്പം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഷെയ്ക്കാവുന്നൊക്കെ ഉണ്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഇതിൻ്റെ മസാല സെറ്റായി വരണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതിലിങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ മീൻ കഴുകിയിട്ട് വരാം കേട്ടോ. മീൻ കഴുകി പകുതിയൊക്കെ വെച്ചിരിക്കുകയാണ്. അതൊന്ന് ആവട്ടെ, സെറ്റ് ആവട്ടെ. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാലാണ് ഇതെല്ലാം നല്ല പാകമായി എന്ന് അറിയാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം കാണിച്ചു തരാം. നല്ല അടിപൊളി ഗ്രേവി കേട്ടോ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്ന് നല്ല ഇതായാൽ തന്നെ മീൻകറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് വഴങ്ങി വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഈ കളർ നല്ല കളറാട്ടോ. അത് വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വറുക്കണം. ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. രണ്ടും കൂടെ അവിടെ അടിയുണ്ട്. ഇവിടെ രണ്ടാളും ഉണ്ടെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇടിഞ്ഞായിരിക്കും കേട്ടോ. അങ്ങനെ കോമഡിക്ക് ആട്ടോ, തല്ലൂടല്ല. എന്നാലും രണ്ടും കൂടി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് മീമിക്കുട്ടൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞൊന്ന് സിമ്മാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് വേണച്ച വേണ്ടി ചെറുള്ളി ഇട്ടിട്ട് വറുത്തിടാം. ഇല്ലച്ച വേണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങനെയാണല്ലോ ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ വറുത്തിടാറുണ്ട്. അപ്പൊ എന്നാലും അതൊന്ന് തിളച്ചൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്ന് പോയിട്ട്, അപ്പൊ അതുകൊണ്ട് എന്റെ മീൻകറി പകുതിയിൽ തന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. ഉണ്ണിയാണ് 2 വട്ടം ഇളക്കിയിട്ട് പോയത്. അപ്പൊ ഞാനിപ്പോ കാണിച്ചതൊക്കെ തിളച്ച് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതാട്ടെ നമ്മളുടെ മീൻകറി നന്നായിട്ട് വെന്തു. നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഞാൻ അന്ന് വാക്കുട്ടിക്ക് ഒരു പാക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്ത് പാക്കാണ് ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൂപ്പർ പാക്കാട്ടോ. അത് ഞാൻ കുട്ടിക്കും ഇടയ്ക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാനൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട്. നല്ല പാക്കാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ പാലാണിത്, കുറച്ച് കടലമാവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് കുട്ടികളുടെ കുറുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഇളക്കണം. ഇതാണ് പാക്ക്. ഇത് ചൂടാറിയിട്ട് ഒരു അരമണിക്കൂർ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് ടാനൊക്കെ പറ്റിയിട്ട് വെച്ചാൽ നന്നായിട്ട് പോകും കേട്ടോ. നല്ല ഫേസ് നല്ല ക്ലിയർ ആവും. അപ്പോൾ എന്തായാലും അടിപൊളി പാക്കാണ്. നന്നായിട്ട് ആറിയിട്ട് വേണം കേട്ടോ തേക്കാൻ. ചൂടാറിയിട്ട് വേണം തേക്കാൻ, ചൂടോടുകൂടി തേക്കരുത്. കടലമാവും പാലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിമ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിമയ്ക്ക് ഒരു പ്രൊമോഷൻ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ സിനിമയ്ക്ക് പോകണം. സിനിമയ്ക്ക് ഉണ്ണി വാവയും കൂടെ സിനിമയ്ക്ക് പോകണം കേട്ടോ. പിന്നെ ഏതാ സിനിമയ്ക്ക് പോകണത്? സലാർ. ആരൊക്കെ ഉള്ളത്? ഫ്രണ്ട്സ്. ഫ്രാമഡസ്. ഒന്ന് ഇങ്ങനത്തെ അടുത്തോ. മുടി സീനായിട്ടുണ്ടല്ലേ? ഫിഞ്ചർ വെട്ടിയതാണ്, മുടി ഫിഞ്ചർ വെട്ടിയതാണ്, പഞ്ചറായി. മമ്മി ഇങ്ങനെ തെറ്റിച്ച് പറയണതൊക്കെ ഇല്ലേ മമ്മി, കോമഡിക്ക് പറയണതാട്ടോ ഫ്രിഞ്ചർ ഇതൊക്കെ. ഫ്രിഞ്ചസ് എനിക്ക് അറിയാട്ടോ. ഞാൻ ഏതൊരു വീഡിയോയില് ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗൂഗിൾ പ്ലേ എന്ന് എനിക്ക് അറിയാത്തൊന്നല്ല, കോമഡിക്ക് പറയണതാണ്. അപ്പൊ ഞാൻ ഫിഞ്ചർ വെട്ടിയിട്ട് ഇപ്പൊ പഞ്ചറായിട്ട്. അതെ, ഇനി മോളിൽ പോയിട്ട് ബാഗ് എടുക്കണം, പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കണ്ട. അത് കഴിഞ്ഞാ കഥം ഡ്രസ് എടുത്തിട്ട് കൊടുക്കുന്നേരം കുട്ടി വാടി കുട്ടി